ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ LLB അടിപൊളിയായി പഠിക്കാം? അപ്പോൾ 2025 അഡ്മിഷൻസ് 3 ഇയർ 5 ഇയർ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാർ ഈ ഒരു കോഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഈ കോഴ്സ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സാലറി ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണിത്. LLB ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിച്ച് വെക്കേണ്ട ഒരു കാര്യം ആ കോഴ്സിൻ്റെ സാധ്യതകളെ പറ്റിയാണ്. ഓക്കെ, ഒരുപാട് സാധ്യതകളുള്ളൊരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് LLB എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും, LLB പഠിച്ചാൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാം, LLB പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളിൽ ഒന്ന് മാത്രമാണ് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്കിനി വേണ്ട വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട, നമുക്ക് LLM ചെയ്താൽ നമുക്ക് ലോ കോളേജുകളിൽ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് നമുക്ക് കയറാം. ഇനി അത് വേണ്ട, നമുക്ക് 3 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതി നമുക്ക് മജിസ്ട്രേറ്റ് ആവാൻ പറ്റും. 7 കൊല്ലത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതി നമുക്ക് ജില്ലാ ജഡ്ജി ആവാൻ പറ്റും. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ PSC വഴി ഫില്ല് ചെയ്ത് പോകുന്ന PSC എന്താ പറയുക ലീഗൽ പോസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു എക്സാം ഈ വർഷം വിളിച്ചിട്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റൻ്റ് എക്സാം. അതുപോലെ തന്നെ വേറെയും ലീഗൽ പോസ്റ്റിലേക്കുള്ള PSCകൾ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ 3 വർഷത്തെ പ്രാക്ടീസിന് നമുക്ക് APP അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈ നാട്ടിൽ ഒരുപാട് NBFCകളുണ്ട് ഇല്ലേ, മണപ്പുറം, മുത്തൂറ്റ്, അങ്ങനത്തെ ഒരുപാട് NBFCകളുണ്ട്. ഈ NBFCകളിലൊക്കെ നമുക്ക് ലീഗൽ ഓഫീസർമാരായി കയറാം, കമ്പനികളിൽ നമുക്ക് ലീഗൽ ഓഫീസർമാരായി കയറാം, ബാങ്കുകളിൽ നമുക്ക് ലീഗൽ ഓഫീസർമാരായി കയറാം. പിന്നെ RBI, സെബി പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് ബോഡീസ് ഉണ്ട്. ഇവിടെയൊക്കെ ലീഗൽ ഓഫീസർമാരുടെ പരീക്ഷ എഴുതി നമുക്ക് ക്രാക്ക് ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നാൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയലുകളൊക്കെ പിടിച്ച് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇപ്പോൾ AI കാലഘട്ടമാണ്. അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാതെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. ബട്ട് ഒരു കാര്യം, ആസ് എ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് എനിക്ക് പറയാനുള്ള കാര്യം, പണിയെടുക്കാൻ മനസ്സുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ, എന്നാൽ മാത്രമേ നമ്മൾ ഈ ഫീൽഡിൽ രക്ഷപ്പെടുള്ളൂ. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണിത്. ഒരു വർഷം ഏകദേശം 6000-7000 പേരാണ് എൻറോൾ ചെയ്ത് വക്കീലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്താണ്, നല്ലപോലെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, സാക്രിഫൈസ് ചെയ്യണം. അതുപോലെ നമുക്കൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ഉണ്ട്. എളുപ്പത്തിൽ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ്. നമ്മൾ റെഡി ആവണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ സ്റ്റഡിങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ സ്കിൽഫുള്ളായി, എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ ഫീൽഡിൽ രക്ഷപ്പെട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ലോ കോളേജിൽ ചേരുമ്പോൾ തൊട്ടേ നമ്മൾ ചെയ്തിരിക്കണം ഇല്ലേ. ബിക്കോസ് അവർ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ലോ കോളേജ് ഇല്ലേ. ലോ കോളേജ് ഡേ 1 തൊട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ ഇപ്പോൾ തോന്നുന്നു, ഈ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യായിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യാം, ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ അപ്പോൾ മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ. നമ്മുടെ കോളേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാവരെയും അടക്കി പറയാല്ല, എന്നാലും മെജോറിറ്റി ഓഫ് പ്ലേസസ് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, വെറുതെ വരുന്നു, അവർ പഠിപ്പിക്കുന്നു, അവർ ആ വഴിക്ക് പോകുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളും അത് തന്നെ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇതിൻ്റെ ചാൻസസ്, ഇതിൻ്റെ സാധ്യതകളെ പറ്റി നമ്മൾ പലരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ഇൻറ്റേർണൽ എഴുതുന്നു, എക്സാം എഴുതുന്നു, പാസ്സാവുന്നു, അടുത്ത സെമ്മിലേക്ക് പോകുന്നു. അത് മാത്രം മതിയോ? അത് മാത്രം പോരാ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സ്കില്ലും നമ്മുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോളേജിൽ പഠിച്ചിരിക്കുമ്പോൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ട്രാ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലെത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 6000-7000 പേരാണ് ഇറങ്ങുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്നവനെ കാട്ടി എന്തെങ്കിലും മികച്ച ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബി എലിമിനേറ്റഡ്. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലം നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലീഗൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, യാതൊരുവിധ പ്രാക്ടിക്കൽ നോളേജ് നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്നില്ല. വെറുതെ സബ്ജക്റ്റ് പഠിക്കുന്നു, എക്സാം എഴുതുന്നു, പാസ്സായി. ശരിക്കും ദ റിയൽ സ്റ്റഡി സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ കോഴ്സ് ഇല്ലേ. ഇപ്പം ഞാൻ എൻ്റെ റിയൽ സ്റ്റഡി തുടങ്ങുന്നത് ഞാനൊരു വക്കീൽ ഓഫീസിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ എൻറോൾ ചെയ്ത് കയറുമ്പോഴാണ്. ഞാൻ ശരിക്കും റിയൽ ആയിട്ടോ
സബ്ജക്റ്റ് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണല്ലേ ഇവിടെ എന്ന് പഠിക്കണം. അപ്പോൾ കോളേജിൽ കംപ്ലീറ്റ് സബ്ജക്റ്റീവ് വൈസ് ആണ്. റിയൽ പ്രാക്ടിക്കൽ, അതായത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നമ്മൾ മികച്ച ഒരാളെയല്ല. പ്രാക്ടിക്കൽ സൈഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് നമ്മുടെ നോളേജ് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം നമുക്ക്. ഓക്കെ, ഒരു ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാകുന്നില്ല. ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ സ്ട്രാറ്റജിക് ആയിരിക്കണം. എനിക്ക് LLB കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എനിക്ക് വക്കീലായി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ജുഡീഷ്യൽ സർവീസ് എഴുതി ജഡ്ജി ആവണം, അല്ലെങ്കിൽ എനിക്ക് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാവണം, അല്ലെങ്കിൽ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് ലീഗൽ ഓഫീസർ ആവണം, അതല്ല വേറെ പരിപാടി എനിക്ക് ടീച്ചിങ്ങിലേക്ക് പോകണം. അപ്പോൾ കൃത്യമായിട്ട് എന്താണോ നിങ്ങളുടെ സ്കിൽ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു തേർഡ് ഇയർ ആകുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് 5 ഇയറിൻ്റെ കാര്യം തേർഡ് ഇയർ ആകുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ മൈൻഡിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ബി കോമ്പീറ്റൻറ്റ്. എപ്പോഴും കോമ്പീറ്റൻ്റ് ആയിരിക്കണം. അതായത് നമ്മളൊരു മത്സരം, അല്ലെങ്കിൽ നമ്മളൊരു മത്സര ബുദ്ധിയോടെ വേണം ഈ കോഴ്സിന് സമീപിക്കാൻ. ഓക്കെ, നമ്മൾ ഇത് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ്റെ വേറെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നിങ്ങൾ ഇനി കാണാതിരിക്കുന്നുള്ളൂ. കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം കോമ്പീറ്റൻ്റ് ആണ് ഈ ഫീൽഡ്. അപ്പം നമ്മൾ കോമ്പീറ്റൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ കെൽപ്പുള്ളവരായിരിക്കും. അതാണ് കോമ്പീറ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പീറ്റൻ്റ് ആവണേ എന്ത് ചെയ്യണം, നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് നമ്മുടെ സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ സമയത്ത് നമ്മൾ എക്സാമുകൾ പാസ്സായി പോവുക. നമ്മൾ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ സബ്ജക്റ്റ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോമ്പീറ്റൻ്റ് ആകാൻ പറ്റും. പിന്നെന്താ, ഇംപ്രൂവ് യുവർ സ്കിൽസ്. ഈ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കോളേജിൽ നിന്ന് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ പ്രൊഫഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നല്ലോണം, അത് സ്പീക്കിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, ഡ്രാഫ്റ്റ് ചെയ്യാനും കോടതി പോയിട്ട് നമ്മൾ സംസാരിക്കാനും, ഒരു പൊതുമധ്യത്തിൽ സംസാരിക്കാനും, കമ്പനിയിൽ ഇപ്പോൾ കയറുമ്പോൾ എല്ലാം പോയി നമ്മൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ കോളേജിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ നിങ്ങൾ ലൈബ്രറി പോയിട്ട് വായിക്കുക, ലീഗലായിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുക, ലീഗലായിട്ടുള്ള ബുക്സുകൾ വായിക്കുക, പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുക. നമ്മുടെ കോളേജിൽ നമുക്ക് പ്രസൻറ്റേഷൻസ് ഒരു 5 മാർക്കൊക്കെ ഉണ്ട്, ചില കോളേജുകളിലൊക്കെ ഉണ്ട്. ആ പ്രസൻറ്റേഷൻസ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പോയി ചെയ്യുക. വർക്കിട്ട് പോയി എഫേർട്ട് ഇട്ട് പഠിച്ചു പോയിട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ ചിലവരൊക്കെ ചില ചടങ്ങിന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു. പക്ഷേ അതൊക്കെ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കോളേജിൽ നിന്ന് ചെയ്യുന്ന ആ സെമിനാർ പ്രസൻറ്റേഷൻസ് ഒക്കെ നല്ല വൃത്തിക്ക് പ്രിപ്പയർ ചെയ്ത് നല്ല ഇംഗ്ലീഷിൽ പോയി നല്ല കിണ്ണം കാച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് അതിനൊക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇല്ലേ, നാളെ നമുക്ക് കോടതിയിലൊക്കെ പോയി അപ്പിയർ ചെയ്യേണ്ട ആൾക്കാരല്ലേ, കോടതിയിൽ ഇത്രയും സീനിയർ വക്കീലന്മാരും ഇത്ര അധികം ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നിന്ന് കാര്യം നമുക്ക് പറയണ്ടേ നമ്മുടെ ജഡ്ജിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ ആ സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ ആ ഒരു പൊതുസദസ്സിൽ സംസാരിക്കാനുള്ള കപ്പാബിലിറ്റി, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, അതൊക്കെ ഈ കോളേജിലെ ഈ സെമിനാർ പ്രസൻറ്റേഷൻസും പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ വഴി നിങ്ങൾക്ക് എന്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സെമിനാർ പ്രസൻറ്റേഷൻസ് ഒക്കെ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താ, ഗീവ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഇന്റേൺഷിപ്പ് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും വലിയ MNC മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലെ വലിയ കമ്പനീസിലൊക്കെ കയറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് എൻഡ് ലോ ഫേംസിലൊക്കെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ടോപ്പ് എൻഡ് ലോ ഫേംസിലേക്ക് നമുക്ക് ഇന്റേൺഷിപ്പ് തന്നെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ നല്ലൊരു CV ഉണ്ടാക്കിയെടുക്കുക. ആ CV ഉണ്ടാക്കിയെടുത്താൽ മാത്രം ആ CV വെച്ചിട്ടാണ് പല ലോ ഫേംസിലും ഇന്റേൺഷിപ്സ് പോലും അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടോപ്പ് എൻഡ്, ഇപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഇവിടെയൊക്കെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ലോ ഫേംസിന് അങ്ങനത്തെയുള്ള ലോ ഫേംസ് കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെയൊക്കെ ഇന്റേൺഷിപ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളത്, വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇന്റേൺഷിപ്സ് അതുപോലെ തന്നെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വക്കീൽ ഓഫീസായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, എന്നിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോവുക, ഫയലുകളെടുത്ത് വായിക്കുക, കോടതിയിലൊക്കെ ഒന്ന് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്റേൺഷിപ്സ് വെറുതെ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒരു ചടങ്ങിന് ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പോയി നല്ല രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യും. ഇഷ്ടംപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്, ഇല്ലേ. നമുക്കിപ്പോൾ ലോ ട്രിപ്സ് പോലെ സൈറ്റിലൊക്കെ ഇഷ്ടംപോലെ നാഷണൽ ലെവലിലുള്ള ഇഷ്ടംപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമ്മൾ വരുന്നതൊക്കെ ചിലതൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്സ് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തായി ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് എക്സ്പോഷർ കിട്ടുന്ന പോലെ ഇന്റേൺഷിപ്പ് ചെയ്യുക. ഇപ്പോൾ
ഇത് കഴിഞ്ഞിട്ട് മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് ആൻഡ് ലോ ഫേംസിൽ കയറാൻ താല്പര്യമായി നിൽക്കുന്ന ഒരു നിർബന്ധമായിട്ടും ഇന്റേൺഷിപ്സ് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് ഏറ്റവും അടിപൊളി സ്ഥലത്ത് നിങ്ങൾ പോയി ചെയ്യുക. ആ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, ആ ഇന്റേൺഷിപ്പ് ഒക്കെ നിങ്ങളുടെ CV-യിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, ഇനി ഡെവലപ്പ് പ്രാക്ടിക്കൽ നോളജ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ കോളേജിൽ നമുക്ക് സബ്ജക്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുക? അതിനാണ് ഞാൻ പറഞ്ഞത് ഇന്റേൺഷിപ്സ്. എന്താണ് പ്രാക്ടിക്കൽ സ്റ്റഡി എന്ന് അറിയാൻ നമ്മൾ ഈ ഇന്റേൺഷിപ്സിലൂടെയാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ സ്റ്റഡി അറിയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ LLBക്ക് പഠിക്കുന്ന എല്ലാവരും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊരു നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു വക്കീൽ ഓഫീസായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ അവിടെ പോയി നോക്കുക എന്താണ് അവിടെ നടക്കുന്നത്. കോടതികളിലൊക്കെ പോകുക, കോടതിയിൽ എന്താ നടക്കുക. ചിലപ്പോൾ കോടതി കയറിയും ഒന്നും മനസ്സിലാവില്ല, ബട്ട് ഒബ്സേർവ് ചെയ്യുക എന്താണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ നല്ലൊരു സീനിയറെ കണ്ടിട്ട് സീനിയറായിട്ട് സംസാരിക്കുക. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? അപ്പോൾ അവരുടെ നിന്ന് എക്സ്പീരിയൻസ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഓഫീസൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ പോവുക നിങ്ങൾ. ഓക്കെ, പിന്നെന്താ, ബിൽഡ് എ റോബസ്റ്റ് CV. ഞാൻ പറഞ്ഞില്ലേ, CV എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് 2 രീതിയിൽ കോഴ്സിൽ സമീപിക്കും. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെറുതെ വരുന്നു, എക്സാം എഴുതുന്നു, ഇന്റേണൽ എഴുതുന്നു, മാർക്ക് കിട്ടുന്നു, എക്സാം പാസ്സാവുന്നു, അടുത്ത സെമ്മിലേക്ക് പോകുന്നു, ആ രീതിയിൽ. പക്ഷേ ഒരു CV ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മാസവും നമ്മൾ ആ CV എടുത്ത് നോക്കുക, ഇതിലേക്ക് ഈ മാസം ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ആഡ് ചെയ്തു എന്നാൽ. അപ്പം നിങ്ങൾ CV ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ധാരാളം പ്രാക്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് മറ്റേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ, നമ്മൾ ലീഗൽ ക്ലാസ്സുകളൊക്കെ ചുറ്റുപാട് കോടതികൾ അവിടെ ഇവിടെയൊക്കെ, അതൊക്കെ പറ്റുവാണ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യും. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല കോൺടാക്ട്സ് കിട്ടും, നമുക്ക് ഒരുപാട് നല്ല പരിചയങ്ങൾ കിട്ടും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്താ, അറ്റൻഡ് സെമിനാർസ്, വർക്ക്ഷോപ്സ്, മൂഡ് കോർട്സ് ആൻഡ് പേപ്പർ പ്രസൻറ്റേഷൻസ് ആണ്. സെമിനാറുകളുണ്ട് നമ്മുടെ കോളേജിൽ നടക്കുന്നതിന് പുറത്തുള്ള വേറെ കോളേജിൽ സെമിനാറുണ്ട്, മൂഡ് കോഡുകൾ നടക്കുന്നുണ്ട്, ഈ മൂഡ് കോഡ് കോമ്പറ്റീഷൻസ് ഉണ്ട്, അതുപോലെ പേപ്പർ പ്രസൻറ്റേഷൻസ് ഉണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഓക്കെ, പറ്റുമ്പോഴൊക്കെ ടൈം കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു പൊളിച്ചോ. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അക്കാദമിക് ഓറിയൻറ്റൻസ് എപ്പോഴും കീപ്പ് അപ്പ് ചെയ്ത് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഓക്കെ, മൂഡ് കോഡ് കോമ്പറ്റീഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മൂഡ് കോഡ് കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത് നമ്മുടെ ഇന്ത്യയിലുള്ള നല്ല ടോപ്പ് ആൻഡ് ലോ ഫേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക് അവിടേക്കൊക്കെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ മൂഡ് കോഡ് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ മൂഡ് കോഡിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ നിങ്ങൾ ഈ പ്രൊഫഷന് ഒരുപാട് ഗുണം ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ചെയ്യും. ഞാൻ അടുത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സസ്. നമുക്ക് ഒരുപാട് ലീഗൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് സ്വയം ആപ്പ് വഴിയൊക്കെ ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ ലീഗൽ മറ്റേ IT ആക്റ്റായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സിന്, ആ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് CV-യിൽ ആഡ് ചെയ്യാൻ, നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. പിന്നെ അതുപോലെ സ്വയത്തിൽ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അക്രഡിറ്റഡ് കോഴ്സാണ്, ആ സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യൂബിൾ. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CV-യിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ CV കൊടുക്കുന്നു, ആ CV-യിൽ നമ്മൾ നോക്കുമ്പോൾ ദിസ് പേഴ്സൺ സ്റ്റഡീഡ് ഇൻ സോ ആൻഡ് സോ കോളേജ്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അവിടെ അതേ കോളേജിൽ പാസ്സായ ഒരു 5-6 പേരോടെ വന്നിട്ടുണ്ട്. ആ 5-6 പേരിൽ വെച്ച് നമുക്ക് എന്താണ് മികച്ച ഉണ്ടാകുന്ന നോക്കാം. ഓക്കെ, ഈ പേഴ്സൺ എന്താണ്, ഈ പേഴ്സൺ ഇന്ന സ്ഥലത്ത് കോഴ്സുകൾ ചെയ്തിട്ട്, ഇന്ന വർക്ക്ഷോപ്പുകൾ ചെയ്ത്, ഇന്ന സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്താ ഒരു അപ്പർ എഡ്ജ് നമുക്ക് കിട്ടുകയാണ്, ഇല്ലേ? നമുക്ക് എന്താ പ്രാക്ടിക്കലി നമുക്കൊരു റിച്ച് CV ഉണ്ട്, റോബസ്റ്റ് CV ഉണ്ട്. നമുക്ക് മറ്റുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ദർ ഇസ് എ ഗ്രേറ്റർ ചാൻസ്, നമ്മളെ പിക്ക് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റർ ചാൻസ് അവിടെ ഉണ്ട്. ബിക്കോസ് കമ്പനീസ് ആയിക്കോട്ടെ, MNCs ആയിക്കോട്ടെ, എവിടെ സ്ഥലത്ത് പോയാലും തൊട്ടുള്ള അടുത്തവനെക്കാട്ടി എന്ത് മികച്ചതാണ് നമുക്കുള്ളത് എന്നാണ് അവർ നോക്കുക. എന്നിട്ട് ഏറ്റവും മികച്ച ആളെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പിക്ക് ചെയ്യുക. ഓക്കെ, അവർ ഇന്ന കോളേജിൽ പഠിച്ചു, ഇന്ന മാർക്ക് കിട്ടി, പാസ്സായി, അത് മാത്രമല്ല അവിടെ ഫാക്ടർ ആവുന്നത്. ഈ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബി അപ്ഡേറ്റഡ് ആയിട്ട് സ്റ്റഡി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ഒരു സ്റ്റഡിങ് മൈൻഡ് സെറ്റ് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ചുറ്റും ഒരുപാട് ലീഗൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അൾട്രാ ഡൈനാമിക് ആയിട്ടുള്ള ഫീൽഡാണ്. ചുറ്റും ഒരുപാട് ഡെവലപ്മെൻറ്റ്, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി അറിഞ്ഞിരിക്കുക. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് പിന്നെ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, അതാണ് ഏറ്റവും ബി കോൺഫിഡൻറ്റ് ആൻഡ് ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ്. നമ്മളാണ് ഏറ്റവും മികച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ പറയുക പറ്റാത്ത ഒരു കാര്യമില്ല. ആ എബിലിറ്റി, ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ആസ് എ വക്കീൽ, ആസ് എ ലോ സ്റ്റുഡൻറ്റ്, നമ്മളെ മുന്നിട്ടിരുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമുക്ക് എത്ര നോളേജ് ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്യില്ല,
നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അടിപൊളിയായി LLB പഠിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇതിലൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ കോഴ്സിനെ സമീപിക്കും. ഒന്ന് നിങ്ങൾക്ക് വെറുതെ നോർമലായിട്ട് ഈ ഇൻറ്റേർണൽ എക്സാം എഴുതി ചുമ്മാ പാസ്സായി പോയി എൻറോൾ ചെയ്ത് ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കാലയളവിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് 5 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം 10 സെമ്മും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഈ 10 സെമ്മിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇല്ലേ, കോളേജിനുള്ളിൽ മാത്രം ഒതുങ്ങി പോകേണ്ട, അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി പോകേണ്ട സ്റ്റഡി അല്ല LLB. LLB എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അത് പുറം ലോകമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക, സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, അല്ലേ, സമൂഹത്തിൽ ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു നെസസറി സ്കിൽസ്, ഞാൻ പറയാം ഇംഗ്ലീഷ് ഉള്ള സ്കിൽസ്, ടോക്കിംഗ് സ്കിൽസ്, അതുപോലെ നമ്മളെ ആൾക്കാരുടെ ക്ലയൻറ്റ് ഡീലിങ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കൊരു കക്ഷി വന്ന് നമ്മൾ അവരെ ഡീൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടും ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടും നമ്മളെ നോളേജ് വൈസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.